ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏതൊക്കെ ഫ്ലവറുകൾ നമുക്ക് കേക്കിൽ യൂസ് ചെയ്യാം, ഏതൊക്കെ ഫ്ലവറുകൾ യൂസ് ചെയ്യാതിരിക്കാം, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതൊരു ഫ്രഷ് ഫ്ലവർ ആണ്. അപ്പോൾ ഇത് ഞാൻ കേക്കിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ കൈക്ക് വൃത്തിയാക്കി അടിയിലൊരു ടാപ്പ് ചുറ്റി കഴിഞ്ഞതിന് ശേഷം മാത്രമേ കേക്കിൽ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ കറകളൊക്കെ കേക്കിൽ ആഡ് ചെയ്തു പോകും. പിന്നെ ഇവിടെ എടുത്തത് ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആണ്. ഒരു വലിയ റോസും അത് ആർട്ടിഫിഷ്യലാണ്. പിന്നെ ഒരു ചെറിയ റോസും ചെറിയൊരു റോസും കൂടെയാണ് എടുത്തത്. നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഒന്ന് കഴുകി നോക്കാം. അതിൽ നിന്ന് ഒരു വലിയ റോസ് എടുത്ത് ഞാനൊന്ന് കഴുകി നോക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ റോസ് കഴുകി എടുത്തത് ക്ലോത്ത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫ്ലവർ ആണ് കേട്ടോ. അത്യാവശ്യം കളറ് കുറച്ചുകൊണ്ട് ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് അടുത്ത റോസ് ഒന്ന് കഴുകി നോക്കാം. അപ്പൊ നമ്മൾ ഈ റോസും കഴുകി എടുത്ത്, ഈ റോസിന് വലിയ കുഴപ്പമൊന്നുമില്ല, കളറൊന്നും പോണില്ല. അപ്പൊ ഈ റോസ് നമുക്ക് കേക്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത ഫ്ലവർ ഒന്ന് നമുക്ക് കഴുകി എടുത്ത് നോക്കാം. ഒരു റോസ് ആർട്ടിഫിഷ്യൽ ആയൊരു ഫ്ലവർ ആണ്. അപ്പൊ ഇത് കഴുകി നോക്കിയപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു ഫ്ലവർ ഒരിക്കലും നിങ്ങൾ കേക്കിൽ യൂസ് ചെയ്യരുത് കേട്ടോ. ഇതൊരു സോപ്പാണ് ആണെന്നാ പറയുന്നത്. ചൈനക്കാര് കണ്ടുപിടിച്ചൊരു സോപ്പാണിത്. അപ്പൊ ഇത് കേക്കിൽ യൂസ് ചെയ്താൽ എന്തായാലും പണി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആരെങ്കിലും കംപ്ലൈന്റ് ഒക്കെ കൊടുത്താൽ എന്തായാലും പണി കിട്ടും. അപ്പോൾ ഇതൊരിക്കലും നിങ്ങൾ കേക്കിൽ യൂസ് ചെയ്യരുത്. ഇത് നമുക്ക് ഹാമ്പർ, ചോക്ലേറ്റ് ഹാമ്പർ, നട്ട്സ് ഹാമ്പർ അങ്ങനെ ഉപയോഗിച്ച് കെട്ടണയിലൊക്കെ നമുക്ക് ഈ റോസ് ഫ്ലവർ ഉപയോഗിക്കാം. അല്ലാതെ കേക്കിൽ യൂസ് ചെയ്യരുത്. അപ്പൊ ഈ ഒരു ഫ്ലവർ നല്ല കളറിലും നല്ല ഭംഗിയിലൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു ഫ്ലവർ അത്യാവശ്യം സ്മെല്ലും ഉണ്ടാവും. അതുപോലെ തന്നെ ഇതൊരു പേപ്പർ ഫ്ലവർ ആണ്. നല്ല സ്മൂത്തും ആയിരിക്കും ഈ ഒരു ഫ്ലവർ. അപ്പൊ ഇതൊരിക്കലും ഞങ്ങൾ കേക്കിൽ യൂസ് ചെയ്യരുത്. അപ്പോൾ എല്ലാവരും കേക്കിൽ ഫ്ലവർ വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.